നമ്മളെല്ലാവരും മുടി കറുപ്പിക്കുന്നവരല്ലേ, ഡൈ ഒക്കെ ചെയ്ത്. ഞാനിതുവരെ തേച്ചിട്ടില്ല. മുടി കറുപ്പിക്കാനായിട്ട് നാച്ചുറലായിട്ട് മുടി വളരാനും നാച്ചുറലായിട്ടുള്ളൊരു ഇതാണേ. ഇത് നമ്മുടെ ഈ പറമ്പിലൊക്കെ സാധാരണ നമ്മുടെ എല്ലാ പ്രദേശത്തും ഉണ്ട്. ഇത് കിട്ടുകയില്ലാത്ത നാട്ടുകാരും ഉണ്ട്. ഇത് സാധനം എന്ന് പറഞ്ഞാൽ കിഴകാനെല്ലി എന്ന് പറയും, കീഴാർനെല്ലി എന്ന് പറയും, കിഴുകാനെല്ലി എന്ന് പറയും. ഈ ഇലയുടെ അടിയിൽ കണ്ട ഒരു കുഞ്ഞു കായുണ്ട്, അതിന് കിഴുകാനെല്ലി പറയും. ഇതരച്ച് മഞ്ഞപ്പിത്തത്തിന് പച്ചമോര് കലക്കി കുടിക്കുന്നവരുണ്ട്. തലമുടിക്കും ആവശ്യമായിട്ടുള്ളൊരു മരുന്ന്. അപ്പോൾ ഈ കിഴാർനെല്ലി പറിച്ച് ഇതിൻ്റെ വേര് കളഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കണം. അതിൻ്റെ കൂടെ പനിക്കൂർക്കയില്ലേ, നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഒരു 5-6 ഇലയും കൂടെ അതും കൂടെ പറിച്ചിട്ട് അരയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്താ? നീലയമ്മരിയുടെ പൊടിയാണ് നമ്മൾ അങ്ങാടിക്കടയിൽ പോയി വാങ്ങിക്കുന്നത്. നീലയമ്മരി നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിലുണ്ട്, എൻ്റെ പറമ്പിലുണ്ട്. ഇഷ്ടംപോലെ ഞങ്ങൾ മരം വെച്ച് ചെടി പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഇല ഇത്. ഈ ഇല നമുക്ക് വെയിലത്ത് ഉണങ്ങി സൂക്ഷിക്കാം. ഇതിപ്പം ഞാൻ പെട്ടെന്ന് പച്ചയ്ക്ക് പറിച്ചെടുക്കാം. ഈ ഇലയും ഈ പനിക്കൂർക്കയുടെ ഇലയും ഈ കിഴുകാർനെല്ലിയുടെ ഇലയും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ച് അതിൻ്റെ ചാറെടുക്കണം. ഇത് പച്ചയ്ക്ക് കിട്ടാനില്ലാത്തവർ ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, ഇൻഡിഗോ പൗഡർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നെല്ലിക്കാപ്പൊടി ചേർക്കുന്നവരുണ്ട്. നെല്ലിക്ക കിട്ടാനില്ലാത്ത സ്ഥലത്ത് നെല്ലിക്കാപ്പൊടി ചേർക്കും. നെല്ലിക്കാപ്പൊടി കിട്ടാനില്ല, ഒറിജിനലായിട്ട് നെല്ലിക്ക കിട്ടാനുള്ള 2 നെല്ലിക്ക കൂടെ അരച്ച് നല്ലപോലെ മിക്സിക്കകത്തിട്ട് അരച്ച് അത് അരിച്ചെടുത്ത് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഉരുക്കണമെന്നാണ് പറയുന്നത്. അത് നല്ലപോലെ കുറുക്കി വെള്ളം വറ്റിച്ച് അപ്പോൾ തന്നെ അത് മഷി പോലെ ആകും. ഈ പനിക്കൂർക്കയുടെ ഇല ചെല്ലുമ്പോൾ തന്നെ അത് മഷി പോലെ ആകും. എന്നിട്ട് ഒരു ദിവസം വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയണം. ചെമ്പരത്തി താളി ഉപയോഗിച്ചോ എന്തെങ്കിലും വാഷ് ചെയ്ത് കളഞ്ഞാൽ ആഴ്ച 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. എൻ്റെ മുടിയൊന്നും ഞാൻ ഇതുവരെ ഡൈ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ മുടിയെ മിക്കവാറും ഇത് അപ്ലൈ ചെയ്യാറുണ്ട് സമയം പോലെ. എൻ്റെ മുടിക്ക് നല്ല കറുപ്പാണ്. എല്ലാവരും ചോദിക്കും മുടി ഡൈ ചെയ്യുന്നുണ്ടോ? മുടി ഡൈ ചെയ്യുന്നതല്ല, ഇതൊക്കെ തേച്ചത് കൊണ്ടുള്ള കറുപ്പാണ്. എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക.